ശ്രേഷ്ഠമായ ഉത്സവത്തിൻ്റെ ഭാഗമായ പാട്ടുത്സവത്തിൻ്റെ ഡോക്യുമെൻ്ററി വളരെ ഭംഗിയായി പാട്ടടിയന്തരമെന്നാണ് അതിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം 1 മണിക്കൂർ ദൈർഘ്യം എടുത്ത് ആചാരത്തെയും അനുഷ്ഠാനത്തെയും ഒക്കെ നാടിൻ്റെ ഉത്സവത്തെയും ഒക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വേട്ടയ്ക്കൊരു മകൻ എന്ന സങ്കല്പത്തെ എന്നെക്കാൾ അധികമായിട്ട് നിങ്ങൾക്കറിയാം. ആചാരത്തെയും അനുഷ്ഠാനത്തെയും ഒക്കെ ഓർമ്മപ്പെടുത്തുന്ന ഡോക്യുമെൻറ്റേഷനാണ്. നമ്മുടെ നാട്ടിൽ അന്യം നിന്നു പോകുന്ന തരം ഡോക്യുമെൻ്ററികളാണ്. നമ്മുടെ പാരമ്പര്യത്തിൻ്റെ സത്തയിലേക്ക് ചേർന്ന് നിൽക്കുന്ന പല കാര്യങ്ങളും ഡോക്യുമെൻ്റ് ചെയ്യാൻ ആർക്കും താല്പര്യമില്ല. സനു സത്യനുമായിട്ട് ഞാൻ ചാവറയുടെ ചാർജ് എടുക്കുന്ന കാലഘട്ടം തൊട്ട് വിവേകും സനു സത്യനുമായിട്ടുള്ള വളരെ സൗഹൃദപരമായിട്ടുള്ളൊരു ബന്ധം, പല പ്രോഗ്രാം അവർ ഇവിടെ ചെയ്തിട്ടുണ്ട്. പെറ്റൽസ് ഗ്ലോബിൻ്റെയും വിവേകിൻ്റെ കൺസേർട്ടുകളും ഒക്കെ ആയിട്ട് പല പ്രോഗ്രാം 1.5 വർഷം കൊണ്ട് ഒരുപാട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. പക്ഷേ വളരെ വ്യത്യസ്തമായ ഒരു ഡോക്യുമെൻ്ററിയുടെ, നമുക്കറിയാം സിനിമ ചെയ്യുമ്പോൾ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്. നമ്മൾ കണ്ണടക്കുമ്പോൾ കാലടക്കുമ്പോൾ ഡയറക്ടർ കണ്ണടക്കിയാൽ അപ്പം നോക്കാൻ ഒരു 5-8 പടം കൂടെ ഉണ്ടാവും. ഇതങ്ങനെയല്ല. ഡോക്യുമെൻ്ററി കഷ്ടപ്പെട്ട് തന്നെ ചെയ്യണം. അതിൻ്റെ ബജറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെയായിരിക്കും. ഡോക്യുമെൻ്ററിക്ക് വേറെ രീതിയാണ്. അപ്പോൾ അത് നമ്മുടെ വ്യക്തിപരമായ നിയോഗമാണ്. ഞാൻ പറയാറുണ്ട്, സമൂഹം ചെയ്യുന്നതിന് സിനിമയും സിനിമ ചെയ്യുന്ന സമൂഹവും. കൊമേഴ്ഷ്യൽ സിനിമ ഒരു സമൂഹത്തെ ക്രിയേറ്റ് ചെയ്തെടുക്കുമ്പോൾ സമൂഹം ചില സിനിമകൾ ചെയ്ത് നമ്മുടെ ജീവിത മൂല്യങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും പൈതൃകങ്ങളെയും ഒക്കെ ചേർത്ത് പിടിക്കും. അങ്ങനെ സമൂഹം ചെയ്ത സിനിമയുടെ സംവിധായകനെന്ന് വേണം സനുവിനെ പറയുവാനായിട്ട്. ഇപ്പോൾ പ്രൊഡ്യൂസറിൻ്റെ വേഷം ധരിച്ചിരിക്കുന്നത് TP വിവേകാണ്. ആ ഒരു വേഷം ഭംഗിയായി ചെയ്ത് ഇവർ രണ്ടുപേരും എടുത്ത ക്ലേശത്തിൻ്റെയും ഇവർ രണ്ടുപേരും എടുത്ത നിയോഗത്തിൻ്റെയും ഭാഗമായിട്ടാണ് ഇന്ന് നമ്മളിത് ഡോക്യുമെൻ്ററി സ്ക്രീൻ ചെയ്ത് കാണത്തക്ക വിധത്തിൽ അതിനെ പൂർണ്ണമാക്കുവാനായിട്ട് സാധിച്ചിരിക്കുന്നത്.